ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പൊന്നു ദാ ഈ ഒരു കറിയുടെ രുചി ഒരു രക്ഷയില്ല കേട്ടോ. ചോറിൻ്റെ കൂടെ ഒരുപാട് കറിയൊക്കെ വേണമെന്നാണ് നമുക്ക് ആഗ്രഹം അല്ലേ. എന്നാൽ ഒരു കറി ഉണ്ടാക്കാൻ വയ്യാത്ത മടിയുള്ള ദിവസം ദാ ഈ ഒരു കറി ഉണ്ടാക്കി നോക്ക്. ഒരു ബൗളിലേക്ക് കുറച്ച് ഉരുളൻകിഴങ്ങ് ചെറുതായി അരിഞ്ഞതെടുക്കാം. ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകം ചതച്ചതും ആവശ്യത്തിന് ഉപ്പും കൂടെ ലേശം വെളിച്ചെണ്ണയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഒരു പാനിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ഉരുളൻകിഴങ്ങ് മിക്സ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം ഇളക്കി അടച്ച് വെച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്ത ശേഷം ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് തൈര് എടുക്കാം. അധികം പുളിയുള്ള തൈര് വേണ്ട കേട്ടോ, എന്നാൽ ലേശം പുളി വേണം താനും. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കടുവും വറ്റൽമുളകും മൂപ്പിച്ച ശേഷം 2-3 കുഞ്ഞുള്ളി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ തൈരിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് മിക്സ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. കൂടെ നമ്മൾ നേരത്തെ കടുവറുത്ത് വെച്ചിരിക്കുന്നതും ലേശം മുളക് പൊടിയും കൂടെ ചേർത്ത് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ പൊന്നു ചിക്കൻ കറിയൊക്കെ മാറി നിൽക്കും കേട്ടോ. എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നല്ല അടിപൊളി വെറൈറ്റി റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും കാണാം. ടാറ്റാ.